BSc MLT അതായത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ആ കോഴ്സിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇന്ന് ഈ ടോപ്പിക്ക് പിക്ക് ചെയ്തതിനൊരു കാരണമുണ്ട്. ഞങ്ങളൊരു ലോങ് വീഡിയോ ചെയ്തിരുന്നില്ലേ, അതായത് 1 hour ലോങ് വീഡിയോ മെഡിക്കൽ കോഴ്സസിനെ കുറിച്ച് സംസാരിക്കുന്ന ഞാനും എൻ്റെ ഒരു ടീംമേറ്റും കൂടി. ആ വീഡിയോൻ്റെ താഴെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്ത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ എന്ന് ചോദിച്ച ഒരു കോഴ്സാണ് ഈ BSc MLT. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. BSc MLT എന്ന് പറയുന്നത് ബേസിക്കലി 4-year കോഴ്സാണ്. ഇതിനകത്ത് ചില സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് 3 വർഷത്തെ കോഴ്സ് പ്ലസ് 1 year ഇന്റേൺഷിപ്പ്, ചിലർ 3.5 വർഷം പ്ലസ് 6 മാസത്തെ ഇന്റേൺഷിപ്പ്, ഇങ്ങനെ പല ഫോർമാറ്റുകളിൽ ഇത് കാണുന്നുണ്ട്. ഹവർ പഠനവും അതുപോലെ തന്നെ ഈ പ്രാക്ടിക്കൽ എക്സ്പോഷറും എല്ലാം കൂടി ചേർത്ത്, അതായത് ഇന്റേൺഷിപ്പും എല്ലാം കൂടി ചേർത്ത് ഒരു 4 വർഷത്തെ സമയം നിങ്ങൾ മുന്നിൽ കാണുക. 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും സയൻസ് വിഷയങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ് ഫോർ പർസ്യൂയിങ് ദിസ് പ്രോഗ്രാം. ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കേണ്ടി വരുന്ന സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ സിലബസ് എന്ന് പറയാവുന്ന കാര്യങ്ങൾ, അനാറ്റമി പഠിക്കും, ഹ്യൂമൻ അനാറ്റമി അതിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അതുപോലെ തന്നെ നിങ്ങൾ പത്തോളജി പഠിക്കും, സെറോളജി പഠിക്കും, ഹിസ്റ്റോളജി പഠിക്കും. ഇതിനെ ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ ഒരു പക്ഷേ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ബ്ലഡില്ലേ, ബ്ലഡിനെ ചന്നം പിന്നം അതിനുള്ളിലുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കാനായി അത്ര ഡെപ്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുന്നു എന്നത് നിങ്ങൾ ചിന്തിക്കുക. അതാണ് ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ബ്ലഡിനെ മാത്രം നിങ്ങൾ കാണണ്ട. ഇത് ഹ്യൂമൻ ബോഡി ഉണ്ടല്ലോ, ഹ്യൂമൻ ബോഡിനകത്ത് നമ്മളിപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറില്ല ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ടെസ്റ്റ് ചെയ്യപ്പെടുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർ ബേസിക്കലി ഈ ലബോറട്ടറി ടെക്നോളജി കോഴ്സ് പഠിച്ചവരാണ്. ഇനി ഇതിൽ ഹയർ കോഴ്സുകൾ എടുത്ത് പോകുന്നവരാണ് കുറച്ചുകൂടെ ഡീപ്പർ റിസർച്ചുകളിലേക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ചില ടെസ്റ്റുകൾ നടത്താൻ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ വീടിനടുത്തുള്ള ലാബിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നടക്കും, അല്ലെങ്കിൽ വീടിനടുത്തുള്ള ഒരു ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് തന്നെ ഇത് ടെസ്റ്റ് നടക്കും. ചില ടെസ്റ്റുകൾ കേട്ടിട്ടില്ലേ നിങ്ങൾ, ഇത് നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ, കാരണം ഇത് ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്, എന്നിട്ടേ റിപ്പോർട്ട് കിട്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇത്തരം ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ ആയിരിക്കില്ല. അങ്ങനെ ഒരു ഹയർ സംഭവങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേനും അവിടെ കുറച്ചുകൂടി ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോയ ആൾക്കാരെയാണ് നമുക്ക് ആവശ്യം വരിക. ദാറ്റ് ഡസ് നോട്ട് മീൻ ബാച്ചിലർ ഡിഗ്രി മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഹയറിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നും, ഹയറിലേക്ക് പോകുമ്പോൾ സ്പെസിഫിക്കായി ചില വിഷയങ്ങളിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുമെന്നും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബയോ കെമിസ്ട്രിയിൽ സ്പെഷ്യലൈസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇമ്മ്യൂണോളജിയിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും, ബ്ലഡ് ബാങ്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്പെഷ്യലൈസേഷനുകൾ എടുത്ത് കരിയറിൽ കുറച്ചും കൂടെ ഉയർന്ന തട്ടുകളിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ബാച്ചിലർ ഡിഗ്രി മാത്രമാണ് നിങ്ങൾ പഠിച്ചു നിർത്തുന്നതെന്ന് വിചാരിക്കൂ. അവിടെ നിങ്ങളുടെ സാധ്യതകൾ എന്ന് പറയുന്നത് ഒരു ലബോറട്ടറിയിൽ നിങ്ങൾക്ക് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യാം. ഇത് മാത്രമല്ല ഫ്ലിബട്ടമിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലഡ് വലിച്ചെടുക്കുന്ന ആൾക്കാരില്ലേ, നമ്മളൊരു ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേനും ആരെങ്കിലും നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുക്കണ്ടായോ, അവർ ഫ്ലിബട്ടമിസ്റ്റുകളാണ്. പിന്നെ ഈ ബ്ലഡ് ബാങ്കുകളിൽ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബ്ലഡ് ബാങ്കിലൊക്കെ നമ്മൾ ഒരുപക്ഷെ ഒരു പേഷ്യൻ്റ് ആയിട്ടല്ല പോകുന്നത്, നമ്മൾ ഒരാൾക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്ന ബ്ലഡ് ബാങ്കുകൾ. അപ്പോൾ അവിടെ നമുക്ക് ഇത്തരം കോഴ്സുകൾ പഠിച്ച ആൾക്കാർ ആവശ്യം വരും. ഇങ്ങനെ മൾട്ടിപ്പിൾ മേഖലകളിൽ ഇവർക്ക് ജോലി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഇതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സാധ്യതകളുണ്ട്. പക്ഷേ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ എപ്പോഴും പറയും, ഒന്ന് ഹയർ എഡ്യൂക്കേഷൻ കൂടി ചെയ്തിട്ട് പോകുന്നതായിരിക്കും. ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ബാച്ചിലറിൽ മാത്രം നിർത്താതെ മാസ്റ്റേഴ്സും കൂടി പഠിച്ചു പോവുകയോ, അതല്ല എങ്കിൽ മാസ്റ്റേഴ്സ് നിങ്ങൾ ഫോറിൻ കൺട്രിയിൽ പോയി ചെയ്തിട്ട് അങ്ങനെ അങ്ങ് മൈഗ്രേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത, ഇതെല്ലാം നിങ്ങൾ കാണുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാലും ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലേക്കും നിങ്ങൾക്ക് വരാവുന്നതാണ്. ഗൾഫ് രാജ്യങ്ങളിലെ സാധ്യത നമ്മൾ കൂടുതൽ ഒരു മോർ നമ്പർ ഓഫ് ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ, ഒന്ന് ഈ ഹോസ്പിറ്റൽ ക്ലിനിക്കൽ സെറ്റപ്പുകളിൽ ഉള്ള ഇവരുടെ ആവശ്യം, രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ വിസ മെഡിക്കൽ സെൻ്ററുകളില്ലേ, അതായത് ഏത് രാജ്യത്ത് നമ്മൾ പോയി കഴിഞ്ഞാലും അതാത് രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച്, ഇപ്പോൾ ഞാൻ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണമെങ്കിൽ ദുബായിയുടെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ദുബായിൽ നിങ്ങൾക്ക് ഒരു വിസ അടിക്കണമെങ്കിൽ, റെസിഡൻഷ്യൽ വിസ അടിക്കണമെങ്കിൽ, വിസിറ്റ് വിസ എടുത്ത് വരുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, റെസിഡൻഷ്യൽ വിസ നിങ്ങൾ അടിക്കണമെങ്കിൽ ഇവിടെ ഒരു മെഡിക്കൽ ടെസ്റ്റിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. ഈ മെഡിക്കൽ ടെസ്റ്റിനകത്ത് നിങ്ങളുടെ ബ്ലഡാണ് അവർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം. അതിൽ ബ്ലഡ് കൂടാതെ എക്സ്റേയും ഉണ്ട്. ഇതിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലഡ് എടുക്കുന്ന ആൾക്കാർ ഫ്ലിബട്ടമിസ്റ്റുകളാണ്, അവർ ഈ മെഡിക്കൽ ലാബ് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വരും. ഇങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. ഇനി ഏതെങ്കിലും
ഫോറിൻ കൺട്രിയിലേക്ക് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കുക, ഈ ടൈപ്പ് ഓഫ് കോഴ്സുകൾ നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, ലൈസൻസിങ് എക്സാമുകൾ നമ്മൾ പാസ്സാകേണ്ടി വരും. അതല്ലാതെ നമ്മൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു 100-ന് 100 മാർക്ക് കിട്ടിയെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നമ്മൾ അതാത് രാജ്യങ്ങളുടെ ലൈസൻസിങ് എക്സാമിനേഷനുകൾ നമ്മൾ എഴുതുകയും അതിലൂടെ സർട്ടിഫിക്കേഷൻസ് കരസ്ഥമാക്കുകയും ചെയ്യേണ്ടി വരുന്ന കാറ്റഗറിയിൽ പെടുന്ന കോഴ്സുകൾ ആണ് ഇത്. ഇനി BSc MLT പഠിക്കുമ്പോഴത്തേനും ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഒരുപാട് സ്കാമുകൾ നടക്കുന്ന ഒരു മേഖലയാണിത്. ഒരു അംഗീകാരവുമില്ലാത്ത ഒരുപാട് സ്ഥാപനങ്ങൾ എന്തിനധികം നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഉണ്ട് എന്നുള്ളത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കാം പരിപാടികളിലൊന്നും പോയി ചാടരുത്. വ്യക്തമായിട്ട് കോഴ്സിന് അംഗീകാരമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത്തരം കോഴ്സുകളിലേക്ക് പ്രൊസീഡ് ചെയ്യാവൂ. ഐ ഹോപ്പ് ഐ ഹവ് കവേർഡ് ഓൾമോസ്റ്റ് എവറിത്തിങ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി ഒരു കാര്യം, അഡ്മിഷൻ എൻട്രൻസ് വേണോ എന്നുള്ളത് കൺഫ്യൂഷൻ ആയിരിക്കും. ഇതുവരെ നമുക്ക് ഒരു സ്പെസിഫിക് എൻട്രൻസ് പരീക്ഷയൊന്നുമില്ല ഈ ഒരു കോഴ്സിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട്. കേരളത്തിൽ ഇപ്പോഴും നമ്മുടെ LBS ത്രൂ നടക്കുന്ന അഡ്മിഷൻ കാറ്റഗറിയിൽ, അതായത് 12ാം ക്ലാസ്സിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് അലൈഡ് ഹെൽത്ത് സയൻസ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് നടക്കുന്ന ആ അഡ്മിഷനകത്ത് വരുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഈ BSc MLT എന്ന് പറയുന്നത്. പിന്നെ എയിംസിലടക്കം ഈ കോഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എയിംസിന് നിങ്ങൾക്കറിയാം, എയിംസിൻ്റെ എൻട്രൻസ് പരീക്ഷയിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. അപ്പോൾ ഇതല്ലാതെ ഇത് പഠിപ്പിക്കുന്ന വേറെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഏത് സ്ഥാപനം നിങ്ങൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാലും അവരുടേതായ ഒരു എൻട്രൻസോ അല്ലെങ്കിൽ 12ാം ക്ലാസ്സിൻ്റെ മാർക്കോ, ഇതാണ് ഇപ്പോഴത്തെ ബേസിസിൽ ഇതിനൊരു മാനദണ്ഡം വരുന്നത്. അതല്ലാതെ ഒരു നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യണം എന്നൊരു പ്രശ്നം ഈ കോഴ്സിന് ഇതുവരേക്കും ഇല്ല. അപ്പോൾ ഇപ്പം ഒരുവിധം എല്ലാം കവറായെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചോട്ടെ. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.